ചിലർക്ക് നമ്മുടെ സന്തോഷ് പണ്ഡിറ്റിനോട് ഈ ഗുർമീത് റാം റഹീം സിംഗിനെ താരതമ്യം ചെയ്ത് നിർവൃതിയടയാൻ തോന്നും. 100 കോടി സന്തോഷ് പണ്ഡിറ്റുമാരും എണ്ണാനാവാത്ത കോടി സ്വത്തും തട്ടിപ്പുകളും ചേർന്നാൽ റോക്ക് സ്റ്റാർ ഗുർമീത് റാം റഹീം സിംഗ് ആയി എന്നൊക്കെയാണ് ചിലർ പറയുന്നത്. പക്ഷേ മനസ്സ് മുഴുവൻ നന്മയുള്ള, സമയം കിട്ടുമ്പോഴൊക്കെ ആദിവാസി ഊരുകളിൽ പോയി പാവങ്ങൾക്ക് ധനസഹായം നൽകുന്ന സന്തോഷ് പണ്ഡിറ്റ് എവിടെ കിടക്കുന്നു? സമയം കിട്ടുമ്പോഴൊക്കെ ഭക്തകൾക്ക് ബലാത്സംഗ മോക്ഷ വിശുദ്ധി നൽകുന്ന ഗുർമീത് എവിടെ കിടക്കുന്നു? പുഴയുടെ തീരത്ത് ആരോരുമില്ല നേരത്ത് തന്നനം തെന്നി തെന്നി തേടി വന്നൊരു മാർഗഴിക്കാറ്റ്. പൂമരക്കൊമ്പിച്ചാരത്ത് പൂമണം വീശും നേരത്ത് തന്നനം തെന്നി തെന്നി തേടി വന്നൊരു വൈകിളിക്കാറ്റ്. എവിടെ? പറയാതെ പള്ളിയിൽ വെച്ചൻ കരളിൽ കേറിയൊളിച്ചവളെ, പതിവായി പല പല വട്ടം മനസ്സിൽ ചൂളമടിച്ചവളെ. പറയാതെ പള്ളിയിൽ വെച്ചൻ കരളിൽ കേറിയൊളിച്ചവളെ, പതിവായി പല പല വട്ടം മനസ്സിൽ ചൂളമടിച്ചവളെ. ആദ്യമായുള്ളിനുള്ളിൽ പൂത്ത പൂവല്ലേ, സമ്മതം തന്നാൽ നിന്നെ താലി കെട്ടിക്കൊണ്ടുപോവില്ലേ. ആലുവ പുഴയുടെ തീരത്ത് ആരോരുമില്ല നേരത്ത് തന്നനം തെന്നി തെന്നി തേടി വന്നൊരു മാർഗഴിക്കാറ്റ്.
ഗുർമീത് റാം ഇങ്ങനെ ബലാത്സംഗ കേസിൽ ശിക്ഷിക്കപ്പെട്ടതിന് 3 സംസ്ഥാനങ്ങളിലെ ജനാധിപത്യ സംവിധാനങ്ങളെല്ലാം സ്തംഭിച്ചുവെങ്കിൽ ഇവിടെ കേരളത്തിൽ കാലടിയിലെ ഒരു പാവം കള്ളനെ മോഷണക്കേസിൽ തെളിവെടുക്കാൻ പോലീസ് കൊണ്ടുവന്ന ദൃശ്യങ്ങൾ കണ്ടുകൊണ്ട് നമ്മൾക്ക് പിൻവാങ്ങാം. തൊണ്ടി മുതലും ദൃക്സാക്ഷിയും പിന്നെ വെറും ഒരു മോഷ്ടാവായ ഒരു ഞാനും. വിദ്യാഭ്യാസമുള്ള ദിലീപ് ധാരാളം മോഷണ കേസിലെ പ്രതിയാണ്. പന്തളം പോലീസ് സ്റ്റേഷൻ, അടൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലൊക്കെ അയാൾക്ക് നിരവധി ഭവനവേദന കേസുകളുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് തിരുവനന്തപുരം ജയിലിലായിരുന്നു. ജയിലിൽ നിന്നിറങ്ങി അതിനുശേഷം മോഷണം നടത്തുന്നതിന് വേണ്ടി രാവിലെ ട്രെയിനിൽ കയറിയിട്ട് യാത്ര ചെയ്ത് ആലുവയിൽ വന്നിറങ്ങും. അതിനുശേഷം പരിസരങ്ങളൊക്കെ നിരീക്ഷിച്ചതിന് ശേഷം രാത്രി ഓപ്പറേഷൻ നടത്തുകയാണ് ഈ ദിലീപിൻ്റെ മോഡസ്. വീടുകൾ ഈ കാലടി പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ശ്രീമൂലനഗരത്ത് കൂടാതെ തടിയട്ടപുറം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ, വാഴക്കുളത്ത് എടത്തല പോലീസ് സ്റ്റേഷൻ പരിധിയിൽ അവിടെ നിരവധി വീടുകളും കടകളും മോഷണം നടത്തിയിട്ടുണ്ട്. അവിടെ നിന്നൊക്കെ മുതലുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈ ഒളിച്ചോട്ട കേസും വാണിഭ കേസും ഇലക്ഷൻ ഡ്യൂട്ടി നോക്കി പോലീസുകാരുടെ അടപ്പളായി കള്ളന് കഞ്ഞി വെച്ച തെണ്ടി. ഇന്നലെ രാത്രി ഞാൻ എവിടെയായിരുന്നു? കുറ്റിരട്ടത്ത് ഞാൻ ഇറങ്ങി നടന്നു. നേരെ ഒരിടത്ത് കയറി. എന്റെ ഉന്നം പിടച്ചില്ല. മുറി കുത്തി തുറന്ന് ഞാൻ അകത്ത് കയറി. ഭീമാകാരനായ ഒരു ഗോദറേജ് അലമാര തന്ത്രം ഉപയോഗിച്ച് ഞാൻ അലമാര തുറന്നു. നേരോ? അമ്മയാണ് സത്യം. എന്നിട്ട് ആ അലമാര കാര്യമായിരുന്നു. നോക്കുമ്പോണ്ട് വേറൊരു ഗോദറേജ് അലമാര, അതും ഞാൻ തുറന്നു. വിശ്വസിക്കാൻ പറ്റിയില്ല, അതും കാലിയായിരുന്നു. ഞാൻ വിട്ടില്ല ആശാനെ. നോക്കുമ്പോ ഒരു മുട്ടൻ അലമാര ചാരി വെച്ചിരിക്കുന്നു. അത് തുറന്നപ്പോഴേ കാലി. പിന്നീടാണ് മനസ്സിലായത് അതൊരു ഗോദറേജ് അലമാരയുടെ ഷോറൂമായിരുന്നു. ആണോ? പവർ കട്ടും ലോഡ് ഷെഡിങ്ങും ഒക്കെ കൂടി വരുന്ന സമയമാണോ? വേണ്ടാത്ത പണിക്ക് വല്ലതും പോയാൽ ഇടിച്ചതിന്റെ പരിപ്പടക്കം മനസ്സിലായോ? പറഞ്ഞത് തിരിച്ചെടുത്തു. പരമ്പരാഗതമായി കിട്ടി. അത് ശരി. എന്റെ അച്ഛൻ കള്ളനായിരുന്നു. അച്ഛന്റെ അച്ഛൻ പെരുങ്കള്ളനായിരുന്നു. പകല് തെങ്ങിക്കയറ്റം, രാത്രി വീട്ടിൽ കയറ്റം, ഇടക്കിടക്ക് പോലീസ് സ്റ്റേഷനിൽ അവര് മരിക്കുന്നത് വരെ പോലീസിനൊന്ന് തൊടാൻ പോലും കഴിഞ്ഞില്ല. നാട്ടുകാർ തല്ലിക്കൊന്ന് കുഴിച്ചു മൂടി. അപ്പൊ ഒരു റോബറിംഗ് ഫാമിലി ആയിരുന്നു. രാജകീയമായ ഇത്തരം കള്ളത്തരങ്ങളോടെ ഇന്നത്തെ ഡെമോക്രസിയിൽ നിന്ന് രക്ഷപ്പെടുന്നു. നല്ല വാക്കോതുവാൻ ത്രാണിയുണ്ടെങ്കിൽ നാളെ വീണ്ടും കാണാം. നമസ്കാരം.